താലൂക്ക് ദുരന്ത നിവാരണ സേന അംഗങ്ങളും ഇന്നലെ ദുരന്ത യാത്രയിൽ ഉണ്ടായിരുന്നു. അപകടമുണ്ടായപ്പോൾ കുറേ പേരെ അവർക്ക് രക്ഷിക്കാനായി. എന്നാലും പ്രിയപ്പെട്ട സുഹൃത്തിനെ നഷ്ടപ്പെട്ടെന്ന് ഇവർ പറയുന്നു. ദുരന്തമുണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നവരാണ് എനിക്കൊപ്പം നിൽക്കുന്ന ഈ TDRF അംഗങ്ങൾ. ഇന്നലെ അപകടമുണ്ടായപ്പോൾ ആ ബോട്ടിലും ഇവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അപകടത്തിന്റെ ഇരയായി, പക്ഷേ അതിൽ ഉണ്ടായിരുന്നവരെ രക്ഷിക്കാൻ പരിശ്രമിച്ച് പരിക്ക് പറ്റിയവരാണ് എനിക്കൊപ്പം നിൽക്കുന്നവർ. ഇന്നലെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാലും എന്താണ് സംഭവിച്ചെന്ന് ഓർത്തെടുക്കാൻ കഴിയും? നമ്മൾ ഈ ഞായറാഴ്ച ആകുമ്പോൾ അവിടെ കൂടുതൽ തിരക്കുള്ളതാണ്. നമ്മൾ യാത്രക്കാരായിട്ട് പോയതല്ല, നമ്മളവിടെ റെസ്ക്യൂ നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ട് പോയതല്ല. അപ്പം ഇങ്ങനെ പോയപ്പോൾ നമ്മൾ 5 ആളുകൾ ഇങ്ങനെ കമ്പനിയായിട്ട് പോയപ്പോൾ നമ്മളെ കൂട്ടത്തിലൊരു നമ്മളൊരു പ്രിയ സുഹൃത്തുണ്ടായിരുന്നു. വളരെ വിഷമമാണ്, മരിച്ചുപോയി. ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. മൂപ്പരെ കമ്പനിയടക്കം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾക്ക് വേണ്ട എന്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു പോലീസ് ഓഫീസറായിരുന്നു. നമുക്കത് തീരാൻ നഷ്ടമാണ്. ഞങ്ങളെല്ലാം കൂടി കമ്പനിയായിട്ടാണ് ഞങ്ങൾ ആ ബോട്ടിലേക്ക് കയറുന്നത്. ബോട്ട് കയറി ബോട്ട് കുറച്ചങ്ങോട്ട് ഓടി പോയതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. ബോട്ട് അവിടെ നിന്ന് ഒരു സൈഡ് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിലാണല്ലോ. ബോട്ട് ചരിഞ്ഞു കൊടുക്കുന്നത് തന്നെ ഞങ്ങൾ 5 ആളും വെള്ളത്തിലേക്ക് അടിയിലേക്ക്. പിന്നെ ഞങ്ങൾ മുങ്ങി പൊന്തി എണ്ണി നോക്കുമ്പോൾ 3-4 സ്ത്രീകൾ നീന്തുന്നതാണ് കാണുന്നത്. അങ്ങനെ അപ്പം തന്നെ ഞാനും ബാബുവും ഈ സലാമും ഈ നിൽക്കുന്ന മുദസ്സിറൊക്കെ കൂടി അവരാദ്യം പിടിച്ച് ഈ ബോട്ടിൻ്റെ ഈ സൈഡിൽ കൊണ്ട് നിർത്തി. സൈഡിൽ പിടിച്ചു നിന്നിട്ട് പിന്നെ അവരോട് പറയും നിങ്ങളവിടെ നിൽക്കും, നിങ്ങൾ ബേജാറാണ്, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ പിന്നെ ബോട്ട് പിന്നെ മറിഞ്ഞു. പിന്നെ നമ്മൾ ചരിച്ച് നിർത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിൻ്റെ ആളും അങ്ങനെ കരച്ചിലുകൊണ്ട് പിന്നെ 2 സൈഡിൽ നിന്ന് ആളുകൾ ഓടി വരുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ ബോട്ടുമായിട്ട് എത്താനുള്ള സജ്ജീകരണം അവിടെ ഇല്ല, അടുത്തില്ല. ഇത് സെൻട്രലായിരുന്നു സംഭവിച്ചിരുന്നത്. 2 സൈഡിലും ആളുകൾ ടോർച്ചടിച്ച് ഓടി വരുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വരാനുള്ളതില്ല. പിന്നെ കുറേ ഇവിടുന്ന് ഈ ഓടുന്ന ചെറിയ 2 ബോട്ടുണ്ട്. അവർ അവിടെ പോയിട്ട് ആളെ അവിടെ റെസ്ക്യൂ ചെയ്തതിന് ശേഷം പിന്നെ അവിടുന്ന് ആളുകളോട് പറഞ്ഞു അവിടെ ബോട്ട് മറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവിടുന്ന് മത്സ്യത്തൊഴിലാളികൾ അവരുടെ ഉപകരണങ്ങൾ എടുത്തിട്ട് വരികയും അതിന് മുന്നേ തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ ബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് മുങ്ങിയിട്ട് പൊന്തിച്ചെടുത്ത് കുട്ടികളെയും സ്ത്രീകളൊക്കെ ആയിട്ട് നമ്മൾ ബോട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സംഭവം. അങ്ങനെ എടുക്കുന്ന സമയത്താണ് കാല് നമ്മൾ ഡോറിൻ്റെ മേലെ വെച്ചടിക്കുന്നത്. പക്ഷെ അടിക്കുന്ന സമയത്ത് നമുക്ക് അന്നേരം ഇത് തോന്നിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ വീട്ടിലെത്തി രാവിലെ എണീക്കുമ്പോഴാണ് കാല് നിർത്താൻ പറ്റുന്നില്ല. നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ മടക്കുന്ന കാര്യത്തിൽ ഭയങ്കര പ്രശ്നം. അങ്ങനെ ഞാൻ സലാമിനെ വിളിക്കുകയും സലാം ഓട്ടോറിക്ഷയായിട്ട് വീട്ടിൽ വന്ന് എൻ്റെ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ച് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് സ്ക്രാച്ച് ഉണ്ടെന്ന്. അപ്പം 2-3 ദിവസം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കാലിന് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഷഫീഖ് ബാബുവിന് പരിക്കുണ്ട്. ഇപ്പം മുദസ്സിറിന് ഇപ്പോഴും അവൻ്റെ ആ ടെൻഷൻ മാറിയിട്ടില്ല. ഇപ്പോൾ അവൻ്റെ 2 കാല് മുട്ടിൻ്റെതായ എനിക്ക് നിൽക്കാൻ പറ്റാത്ത മാതിരിയുള്ള അവസ്ഥ. ചില ടെൻഷൻ ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു ദുരന്തം നമ്മളെ കൺമുമ്പിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഒരുപാട് റെസ്ക്യൂ പ്രവർത്തനത്തിൽ പോയ ആളുകളാണ്. പക്ഷെ നമുക്ക് ഇത്രയും ഒരു നമ്മളെ കൺമുമ്പിൽ നമ്മൾ പോകുന്നൊരു ബോട്ട് അനുഭവിച്ചിലൂടെ കാണുമ്പോൾ നമുക്ക് വളരെ വിഷമമുണ്ട്. അതെന്ന് വെച്ചാൽ ചെറിയ പിഞ്ചോമനകളും കുട്ടികളും ഈ സ്ത്രീകളൊക്കെയാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ആ ബോട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ എത്ര പേരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഫ്രണ്ടിലാണ് ആയിരുന്നത്, പക്ഷെ ബാക്കിലും ആളുകളുണ്ട്. പക്ഷെ നമ്മൾ എണ്ണാനും ഇതാക്കാൻ നിൽക്കില്ല. നമ്മളൊരു യാത്രയായിട്ട് പോകണമല്ലേ, എന്തെങ്കിലും ഒരു ഇതിലും പോകണമെങ്കിൽ നമ്മൾ ആളുകൾ എണ്ണ എടുക്കും. പക്ഷെ നമുക്ക് എത്ര ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആളധികമായതുകൊണ്ടാണോ മറിഞ്ഞിട്ടുണ്ടാവുക? അത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ആളധികം ബോട്ട് അവിടെ എത്തി കുറേ അങ്ങോട്ട് ദൂരം പോയതിന് ശേഷം പെട്ടെന്ന് ബോട്ട് ഇങ്ങനെ തിരിഞ്ഞ് ബോട്ട് ഒരു സൈഡിലേക്ക് ചരിയുന്നതാണ് കാണുന്നത്. ചെരിഞ്ഞ് ബോട്ട് ഒരു സൈഡ് ചരിയുന്നത് കാണും. പിന്നെ നേരെ താഴേക്ക് പോകും. അങ്ങനെ നമ്മളൊക്കെ സൈഡിക്കാണ്ട് വീണ് പോയിട്ട് പിന്നെ മുങ്ങി പൊങ്ങണാണ്. നമ്മൾ പൊങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ പുറത്ത് പോകണം. അപ്പോഴാണ് ഈ സ്ത്രീകളും കുട്ടികളൊക്കെ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ കുട്ടികളെ പൊന്തിക്കുന്നതും ബോട്ടിലേക്ക് കയറ്റുന്നതും. നടത്തിയതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ആയിരിക്കും ഈ നമ്മൾ ഈ TDRFിന്റെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും വളരെ ദുഃഖകരമായ ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്നലെ നമ്മളെ കൺമുമ്പിൽ കണ്ടത്. നമ്മളെ ജീവൻ നമ്മൾ കാലിനും നമ്മളെ സുഹൃത്തിന് വേറെ പരിക്കുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ അന്നേരം വില വെച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികളായ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് കാലിന് ഗ്ലാസ് തട്ടിയിട്ടും കയ്യിന് ഗ്ലാസ് തട്ടിയിട്ടും കാലിന് മുറിവായിട്ടൊക്കെ ഒരുപാട് ആളുകൾക്ക് പരിക്കുണ്ട്. കാലിന് 8 സ്റ്റിച്ചുള്ള മത്സ്യത്തൊഴിലാളി പ്രവർത്തകരുണ്ട്. അതൊന്നും അവർ അന്നേരം വില വെച്ചിട്ടില്ല. ഇത് ഈ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ അവിടെ വന്ന് പ്രവർത്തനം കാഴ്ചവെച്ചത്. ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നമുക്ക് ഇവരോടൊന്ന് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ഇതൊക്കെ വളരെ മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ്. നമുക്ക് അതിൻ്റെ ആ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരുടെ ദുഃഖത്തിൽ പങ്കുചേരാം. ഒപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ
ഇവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം പലരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഇവർക്ക് അഭിമാനിക്കാൻ കഴിയുമ്പോഴും ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഒരു ജീവൻ ആ അപകടത്തിൽ പൊലിഞ്ഞു എന്നതും തീരാവേദനയായിട്ടാണ് ഇവരുടെ ഉള്ളിലുള്ളത്. അഖിലോട്ട് പറയുകയൊപ്പം CV അനുമോദ്, News 18.